എന്നിട്ട് പരിപാടി മക്കളെ അങ്ങനെ രാവിലെ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നു കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ആകെ മണിയടിയാ. ഈ അമ്പലമാണല്ലോ, അവർ നേരത്തെ വന്നിട്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. ആകെ കെട്ടുന്ന മണ്ണി അടിച്ചുകൊണ്ടിരിക്കുക, അലറടിക്കണകൾ പോലത്തെ. ഇത് ദേഷ്യം വന്നിട്ട് ഞാൻ വേഗം എനിക്ക് പോയി. ഇപ്പോൾ സമയം 6:30 ഇട്ടാ. അങ്ങനെ ഞാൻ അവിടുന്ന് ഈ ബിൽഡിംഗ് കണ്ടില്ല, ഇതിൻ്റെ അപ്പുറത്ത് ഒരു 500 മീറ്ററൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫുള്ള് ഗല്ലിയോളം, അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു വഴി ഉണ്ട്. ഇതേപോലെ ഒരു വഴി കൂടെ അങ്ങനെ ഇപ്പുറത്തെ റോട്ടിക്ക് കടന്നു. അങ്ങനെ ഈ റോട്ടിക്ക് കടന്നപ്പോഴാണ് ഈ ട്രാക്ടറിൽ നമ്മൾ ഈ സാധനം അത് കൊണ്ടുപോകണ്ടിട്ട് ഇങ്ങനെ നടക്കണത് ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ടാവുന്നത്. ഇപ്പോൾ കാണാൻ പറ്റിയത് കണ്ടില്ലേ, ഈ വലിയ പുല്ല കയ്യിലിട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നേരെ അതതിൻ്റെ മോളിൽ കൂടെ ചാടിയിട്ട് നേരെ അതിലേക്ക് വീഴും. കണ്ട ഫുള്ള് അത് ഫുള്ള് ബൾക്കായിട്ട് നിറച്ചുണ്ടാക്കും ഇനി. അങ്ങനെ ഞാനാച്ചല്ലേ വിശന്നിട്ട് കണ്ടും കാണാനില്ല. രാവിലെ എന്ത് ചെയ്യാന്നാലോചിക്കണം. ഇവിടെ ഒരു കട തുറന്നില്ലാണല്ലോ, ഇത്ര നേരത്തെ കിട്ടി. സാധാരണ ടെൻറ്റ് സാധനങ്ങളൊക്കെ മടക്കി വരുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കില്ല. ഇത് ഇന്നലെ എന്ന് പറഞ്ഞാൽ ടെൻറ്റ് ഫുള്ള് അടിയിലത്തെ മാത്രമല്ല വിരിച്ചിട്ടുള്ളൂ, പിന്നെ വേറെ ഒന്നും വിരിച്ചിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് കഴിയുകയും ചെയ്തു. ഞാൻ 7 മണിക്കൊക്കെ ഇറങ്ങാൻ വിചാരിച്ചത്. ഇപ്പോൾ 6:30 ആയില്ലാവുണ്ട്. അങ്ങനെ മോന്തരൊക്കെ ഷേപ്പ് മാറിയിട്ടുണ്ടാവും ഉറക്കത്തിൽ ഞാൻ വരണം. അപ്പോൾ ശരി മക്കളെ, ഞാനേ നല്ല നീങ്ങാൻ നോക്കട്ടെ. റോഡ് നോക്കി മക്കളെ, ജാതി രസമുണ്ടല്ലോ കാണാൻ. രാവിലെ കാരണം കൊണ്ടിട്ട് എത്ര ഭംഗി, അല്ലെങ്കിൽ ഇത്ര ഭംഗിയിലൊന്നും കാണാം. ഉറക്കമത്തെ കണ്ടുമുണ്ട് പോയിട്ടില്ല, അതിന് പ്രശ്നം. केरला से तो आए हो ना? हाँ। कहाँ तक जाओगे? ऋषिकेश जाना है। ऋषिकेश। उसके बाद प्लानिंग नहीं है। अच्छा हाँ। फिर जैसे जो आगे मन में आएगा। मैं और इंडिया ट्रैवल कर रहे हैं, जम्मू कश्मीर। हाँ, ऋषिकेश तो अभी समझो जाने पर भी 60 किलोमीटर इधर 60 किलोमीटर। हाँ ये रास्ते हैं। हाँ ठीक है, उसके बाद फिर केदारनाथ। मैं हरिद्वार ऋषिकेश जाने के बाद में प्लानिंग होगा। जम्मू कश्मीर चैनल होगा। हाँ, यूट्यूब चैनल होगा। हाँ। आपका नाम क्या है? अकेले ही? अकेले प्रदीप कुमार। मेरा नाम रचित है। क्या नाम है? रचित। नंबर शेयर करोगे? हाँ, नंबर शेयर करोगे? क्या? मोबाइल नंबर शेयर करोगे? हाँ। ഒരു മിനിറ്റ് കേട്ടോ. അങ്ങനെ ആള് വന്നിട്ടേ വെറുതെ കമ്പനിയായിട്ടൊക്കെ വന്നിട്ട് നമ്പറൊക്കെ ചോദിച്ചു. നമ്പറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പേടിച്ച് കൊടുക്കണേ. പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒന്നും പറയണ്ട മക്കളെ. ഇവിടെ കണ്ടില്ലേ ശരിക്കൊരു കാട് പോലെ ഈ വഴി, കാടിൻ്റെ ഉള്ളിൽ ഇവിടെ പോകണമെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കി ഇത് കാടാണെന്ന്. അപ്പോൾ കാടൊന്നുമല്ല, ഇവിടെ കൃഷി സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ നേരത്തെ കൊണ്ടുകൊണ്ട് നല്ല വിശപ്പ്. എന്താണോ കാലത്ത് തന്നെ ആൾക്കാർ പണിയൊക്കെ എടുക്കണം നോക്കി, പുല്ലൊക്കെ കൊണ്ടുപോകണം നോക്കി നല്ല ഫില്ലേ. എന്നിട്ട് കക്കണപ്പിൻ്റെ ഇല്ലേ, ഇത് കക്കണപ്പല്ല മറ്റേ സാധനം കേട്ടാ. ഇപ്പൊ കൊണ്ടുപോയി ഇത് മറ്റേ കറിവേപ്പിലില്ലേ, അത് കറിവേപ്പില തന്നെ കണ്ടോ. ബൈക്കിൽ കൊണ്ടുപോകണം, ഒക്കെ കൊണ്ടുപോകണം. വഴി നോക്കി മക്കളെ, എന്തിട്ടും വഴിയില്ലേ അറ്റം കാണാണ്. ആ ഷേപ്പിലാണ് ഫുള്ള് മരങ്ങൾ നിൽക്കണം. നല്ല രസമുണ്ട്. രാവിലെ ആയിരുന്നു കാണാൻ പറ്റി. ഉച്ചയ്ക്ക് ഈ വഴി ഒരു 5 സുഖമാണെന്ന് കേട്ടോ, വെയിലുണ്ടാവില്ല. മാവും തോട്ടം നോക്കി ഇതിൻ്റെ കണ്ണാൻ ചടഞ്ഞു തുടങ്ങിയിട്ട് അവർക്ക് വന്നിട്ട് അത്ര നേരത്തെ ഞാൻ എനിക്ക് വരില്ല. കുരങ്ങൻ നോക്കി അടിക്കടിക്കും. ഓയ് അയ്യോ, അങ്ങനെയാണ് പരിപാടികൾ മക്കളെ, പറയണ്ട. അങ്ങനെ നമ്മൾ UP-ന്ന് UK എത്തി. കണ്ടില്ലേ ഉത്തരാഖണ്ഡ് ഇത്ര അടുത്താന്ന് വിചാരിച്ചില്ല. അവിടെ ആകെ വെള്ളിയുള്ള രാവിലെ തന്നെ. എന്താ വെച്ചാൽ UP-ൽ ഇന്നലെ എത്തിയതാ, ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡ് എത്തി. കണ്ടില്ലേ വളരെ പെട്ടെന്നായിരുന്നു. എന്ത് പെട്ടെന്ന് എത്തിയല്ലേ. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള അനീഷ് ചേട്ടൻ എന്നുള്ള ചേട്ടനുണ്ട്. ആളിവിടെ റൂക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് മറ്റേ ജ്യോതി ലബോറട്ടറി ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ജാലക്കാരെന്ന് പറയുക, അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളെന്നോട് പറഞ്ഞു, ഞാൻ ആളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് റൂക്കി എന്നുള്ള സ്ഥലം പറഞ്ഞിട്ടാണ് ആൾ നിൽക്കണത്. അങ്ങനെ ഇന്നലെ വരെ ഞാൻ ആ കാര്യം മറന്നു.
ആള് ഇവിടെ റൂക്കി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടെന്നുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ഞാൻ നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആകെ 28 കിലോമീറ്ററുള്ള ആള് നിൽക്കണ സ്ഥലത്തേക്ക്. അത് ഇന്നലെ നോക്കാൻ ഇന്നലെ ആളുടെ അവിടേക്ക് പോയാൽ മതി വരെ. എൻ്റെ ആള് പറയാം നീ ഇന്നലെ വരണ്ടേന്ന്. അതിനാൾ പറഞ്ഞു ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറി ഞാൻ 5:30 ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു നേരെ നീ എന്തൊരു മംഗളൂർ അങ്ങനെ എന്താ പറഞ്ഞുള്ള വേറെ സ്ഥലമുണ്ട് ഇവിടെ തന്നെ ഈ റൂക്കി എത്തണേക്കാൾ മുന്നായിട്ടുള്ളത്. നേരെ അവിടേക്ക് വിട്ടു. അവിടെ നെക്സാര ഷോറൂമുണ്ട്. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5:30 ആകുമ്പോഴേക്ക് എത്തിയാൽ മതി. അപ്പോഴേക്ക് ആളെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരിപാടി. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ പോകണം അവിടുന്ന്. ഇപ്പോൾ പോയിട്ട് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണമെങ്കിൽ നേരെ ഷോർട്ട് കട്ട് ഉണ്ട്. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് കാണാണ്ട് പോകണമെന്ന് മോശമല്ലേ, കണ്ടിട്ട് പോവുക അല്ലേ. അങ്ങനെയാണ് പരിപാടികൾ. നമുക്കാണെന്ന് കുറേ സമയമുണ്ട്, 28 കിലോമീറ്ററുള്ളൂ. അപ്പോൾ എല്ലാം അയമ്പാടിയിട്ട് അവിടേക്ക് പോവുക. അതാണ് ഇന്നത്തെ പരിപാടി. രണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല മക്കളെ. അങ്ങനെ ആൾ പറഞ്ഞു ഇന്ന് നിന്നിട്ട് നാളെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് പരിപാടി ഇപ്പോഴത്തെ. വേറെ പരിപാടികളൊന്നും ഇല്ല. അങ്ങനെ കാര്യങ്ങൾ കണ്ടില്ലേ. ഞാനവിടെ കയറി നിന്ന് ജസ്റ്റ് ഒന്ന് മഴ തൂളിന് നടന്നു. അപ്പോൾ ഞാൻ ഒരു കടയുടെ സൈഡിൽ കയറുന്നുണ്ട് നടന്നു. പക്ഷേ അത് 2 സെക്കൻഡ് 2 മിനിറ്റായാലും പെയ്തുണ്ടാവും. പക്ഷെ ആ കയറുന്ന നന്നായതുകൊണ്ട് ഇവിടെ നന്നായിട്ട് പെയ്തുകൊണ്ട് റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റായിട്ട് തൂളുണ്ട് കിടന്നിട്ട് വലിയ ശല്യമില്ല. അങ്ങനെയാണ് പരിപാടികൾ നമ്മളെ ഒന്നും പറയണ്ട. എന്നിട്ട് മഴ പെയ്തപ്പോഴേ ഞാൻ ഒരു കടയിൽ കയറി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി എന്താ അപ്പോൾ അവിടെ പേട മാത്രമുള്ള കടയിൽ പിന്നെ കുറേ ചിപ്സുകൾ ഞാൻ അതിൻ്റെ അതൊക്കെ പറഞ്ഞാൽ പുരാതന കാലത്തെ സാധനമൊന്നുമില്ല. കവറൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്ത് പഴയതാണെന്ന് അറിയുമോ. അങ്ങനെ ഞാനേ ക്യാമറ എടുത്തേക്കട്ടെ കേട്ടാ. മഴയത്ത് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ക്യാമറ കുറച്ച് പാതി ജീവനല്ല ജീവിച്ചു പോണത് ചിലപ്പോൾ ഇല്ലാണോ. ഓ പെട്രോൾ നോക്കി വെള്ളം കയറിയിട്ട് നിറച്ച് ഓ മഴ കൂടി തുടങ്ങിയില്ല. മഴ കൂടി തുടങ്ങി. അങ്ങനെ UP അല്ല ഉത്തരാഖണ്ഡിൽ കൂടെയുള്ള യാത്ര കേട്ടാ. നോക്കിയേ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോഗ് പിടിച്ചിട്ടുള്ള പോലത്തെ ഒരു ക്ലൈമറ്റാണ് വേണ്ടത്. നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട്. അത് കാരണം ഫുള്ള് മങ്ങിയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നല്ല ക്ലൈമറ്റ് കേട്ടാ. ഒരു രക്ഷയില്ല അറിയില്ല. ആൽക്കോളിക് വെതർ കിടപ്പന നല്ല സുഖമായിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ട്. എല്ലാവരും പണിക്ക് പോണ നേരം കൊണ്ടിട്ടാ. എല്ലാ ആൾക്കാരും പഠിക്കിറങ്ങി കൊടുക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. സമയം ഇപ്പോൾ എത്ര മണിയായി? ഫുള്ള് വെള്ളാണ്. 9 മണി ആയില്ല, 8:50. 9 പൊന്നോ നല്ല വെള്ള. ഓ അതിൽ കുണ്ടുകൊണ്ടുകൊണ്ട് കുണ്ടുണ്ടെങ്കിൽ പെട്ടു. ബായ് എൻ്റെ പൊന്നോ സീനാട്ടാ മതി. വെള്ളപ്പൊക്കം സീനുള്ള കുണ്ടുണ്ടോന്നറിയില്ല. ആണ് ഏറ്റവും വലിയ ചടങ്ങ്. ഓ രക്ഷപ്പെട്ടു. കുണ്ടിലാണ് വീണ് കഴിഞ്ഞാൽ സൈക്കിളോടക്കണം അതിൽ കിടന്നുകൊണ്ട്. അപ്പോൾ വീണ് കഴിഞ്ഞാൽ രാവിലത്തെ പുളി അതിനെ കഴിഞ്ഞു കൊടുക്കും.
ഇവർക്ക് കുറെ കമ്പനികളുണ്ട് കേട്ടോ. ഒരു കമ്പനിയിൽ തന്നെ കണ്ടമാനം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ 500 ആൾക്കാർ ഓരോ കമ്പനിക്ക് പോണേ. ഇവരെ കണ്ടു കഴിഞ്ഞാൽ കമ്പനികളുള്ള സ്ഥലം തോന്നൂല. മായ തോന്നിയത് എന്ത് വിളിച്ച് പറയാന്നായോന്നൊക്കെ. നേരെ പോണ്ട ഭ്രാന്ത് വിളിച്ചു തുടങ്ങി. എത്തണില്ല. ആള് പറഞ്ഞത് 5:30 ഇറങ്ങുന്ന 5 ഞാനീ നിലയ്ക്ക് 5 10 മണി 11 മണിയാകുമ്പോഴേക്ക് ഞാൻ എത്തുന്നതുകൊണ്ട് അടക്കി. അത്ര ദൂരമുള്ളോ. ഞാൻ ആദ്യം നോക്കിയപ്പോൾ ആൾ കമ്പനിയുടെ ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ 40 കിലോമീറ്റർ കാണിച്ചത്. വീടിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ റൂമിൻ്റെ ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ 30-25 കിലോമീറ്റർ 30-ൻ്റെ ഉള്ളിൽ കാണിച്ചത്. ഇതാണെന്ന് റോഡ് സൂപ്പർ റോഡാ. ഇത്ര ദൂരം തന്നെ പെട്ടെന്ന് എത്തി. അപ്പോൾ ചെറിയൊരു ഭാഗം പൊട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ഉള്ളേരിയയിൽ നിന്ന് നേരെ ബൈപ്പാസിലേക്ക് കയറി. ഇവിടുന്ന് ഇഞ്ഞ് ആള് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ 10-11 കിലോമീറ്ററുള്ള ആകെ. സമയം എത്ര? ഈ സമയം 10 മണി ആയിട്ടില്ലാവുന്നുണ്ട്. പെട്ടെന്ന് പോസ്റ്റാലൊന്ന് അല്ല 10:08 10:00 ആള് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ 5:00 എന്ന് പറഞ്ഞേ. പരമാവധി എത്ര നേരം എഴുതാൻ പറ്റും അത്രയും നേരം പോയിട്ട് എല്ലാം അയമ്പാടി പോവാ. അല്ലെങ്കിൽ പോസ്റ്റ് എന്നത്തെ കാര്യങ്ങൾ അങ്ങനെ പറയണ്ട. ആളത് ചോദിച്ചപ്പോൾ ഞാൻ പറയും ചെയ്തു ഉച്ച കഴിയും വരാമെന്ന് പറയും ചെയ്തു. അതുണ്ടായത് പറഞ്ഞാൽ മതിയായിരുന്നു. ഉച്ച നമ്മളെ എത്തുന്നത്. ഞാൻ ആദ്യം നോക്കിയപ്പോഴേ 40 കിലോമീറ്റർ കണ്ടാറ് പെട്ടെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ 20 കിലോമീറ്റർ. അപ്പോൾ മനസ്സിലായി ഞാൻ നോക്കിയ വഴി തെറ്റി. പറയണ്ട. ഇപ്പം നോക്കിയപ്പോഴും മാപ്പിൽ അപ്പുറത്തോടെ വഴി കാണിച്ചത്. അത് ഞാൻ ഈ റുക്കി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമില്ലേ അവിടേക്ക്. ശരിക്കും പറഞ്ഞ് ഈ സ്ഥലം മാംഗ്ലൂർ അങ്ങനെ പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് ഈ റുക്കി എന്ന സ്ഥലം. ഞാൻ അപ്പുറത്തോടെ പോയിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഇടുന്നു. അപ്പോഴാണ് ആളോട് വെറുതെ ചോദിച്ചു നോക്കി. അപ്പോൾ അയാൾ പറഞ്ഞ് ബൈപ്പാസ് കൂടി പോയി ഇങ്ങനെ പോവാന്ന്. എനിക്ക് എന്തായാലും റുക്കി കൂട്ടിയിട്ട് ഇനി ഹരിദ്വാറിലേക്ക് പോകണ്ടേ. അത് കാരണം കുഴപ്പമില്ല. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. ആ നല്ല സുഖമുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ. ഇപ്പോൾ ചൂടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഡോണ്ട് യൂസ് മൊബൈൽ വീൽ ഡ്രൈവിംഗ്. അയ്യോ കാഴ്ചപ്പാടിൽ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തണവുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു നടന്നത്. അങ്ങനെ ഐറ്റസിനെ ചോദിച്ചു നോക്കി തണവ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറയാം തണവ് കിട്ടണമെന്ന് ഋഷികേശൊക്കെ കഴിഞ്ഞിട്ട് മുകളിൽ കയറണം. അപ്പോൾ ഐസ് ഉണ്ടാവുമെന്ന് അവിടെ. അങ്ങനെയാണ് പരിപാടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൻ്റെ അടിയിലൊക്കെ ആയിട്ടില്ല വരിക. അപ്പോൾ ആ ഭാഗത്തേക്ക് പോണോടത്താണ് തണവ് വരികയെന്ന്. പിന്നെ നമ്മൾ മൗണ്ട് അബൂയിൽ വെച്ചിട്ട് ഒരു മോഡേൺ കമ്പനിയിൽ ഞാൻ 2 ദിവസം നിന്നുണ്ടായിരുന്നു. അവിടുത്തെ ഒരാൾ അന്ന് ഫുള്ള് കാര്യങ്ങൾ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ഒരാൾ. ആളെ വീട് വിടുക. അപ്പോൾ ആൾ നാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡ് എത്തിയെന്ന് വെച്ചിട്ട്. ആളെന്ന് വിളിച്ചോക്കണം. ആളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തുള്ള വീഡിയോ വെച്ച് തരണമാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ JCB കൊണ്ട് ഐസ് കോരി കളയണത്. അതായത് അപ്പോൾ നേപ്പാൾ ബോർഡറിൻ്റെ അടുത്തേക്ക് വളരെ സ്ഥലം. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മക്കളെ ഒന്നും പറയണ്ട. വയ്യല്ലോ. അങ്ങനെ നമ്മൾ അനീഷേട്ടൻ്റെ വീടിൻ്റെ മുന്നിലെത്തി. ആദ്യം അനീഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഓഫീസിൽ നടന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് എത്തണ ഒരു ടൈം വേണം. അവന്നിട്ട് ഒരു ഷോറൂം കൊണ്ട് കൊണ്ടായിരുന്നു. അവിടെ കൊണ്ടിരുത്തി തന്നെ. എൻ്റെ ആൾ നേരെ വന്നു. ആളുടെ റൂം ഇതിൻ്റെ ബാക്കിലാട്ടാ കണ്ടില്ലേ. ഇതിൻ്റെ അടി കൂടെ കടന്നു കഴിഞ്ഞാൽ ക്യാമറ പലർ അടിക്കുക പ്രശ്നം. നോക്കിക്കോട്ടെ. എന്തായാലും അടിക്കാത്ത നേരത്തെ അലർ അടിക്കുമല്ലോ. ഇതിൻ്റെ ബാക്കിലാണ് ആളുടെ റൂം. ഞാൻ സൈക്കിളൊക്കെ കൂടെ കുറഞ്ഞിട്ട് സെറ്റായിട്ട്. പക്ഷെ ആൾക്ക് ഡ്യൂട്ടിയുള്ള കാരണം ആൾ വേഗം പോയി. ഇപ്പോൾ വന്നിട്ട് കാണിച്ചു തരാം ആളെ. സൈക്കിളൊക്കെ കൂടെ ചെല്ലിക്കും. എനിക്കൊരു ചൂടാട്ടോടെ പ്രശ്നമില്ല. പിന്നെ സാധനം കൊടുത്തിട്ട് മക്കളെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാട്ടാ. ഇവിടെ ഒന്ന് കിടന്നോന്ന് പറഞ്ഞേ. ഇനി ഇവിടെ വന്നപ്പോൾ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ച് ചെയ്ത് കണ്ടുപിടിക്കട്ടെ ഞാൻ. ആള് നമുക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് കുറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയവനെ. ഇഡ്ഡലി കാലം മറന്നു മക്കളെ. സാമ്പാർ എന്താ ചെയ്യാൻ ഇഡ്ഡലി സാമ്പാർ ഇത്ര വിലയിൽ വെച്ചിട്ട് ഇതിപ്പോൾ അങ്ങോട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഉപയോഗിച്ച് കൊടുക്കൊന്നും വേണ്ട. കഴിച്ചോളൂ. ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോകുമോ അവിടെ എന്ത് കഴിക്കാൻ പോയിട്ട് അത് നല്ലത്.
ഇതിലിങ്ങനെ വെക്കാം, പാത്രം കൊടുക്കണേ നല്ലത്. ഓഫ് ചെയ്യട്ടെ. നമുക്ക് ഇഡ്ഡലിയും ഇതങ്ങോട്ട് ഓഫ് ചെയ്യാം, ഭയങ്കര സൗണ്ട്. ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാം. കുറേ ഇഡ്ഡലി ഉണ്ട് കേട്ടോ. 3, 6, 8 എണ്ണം. 8 ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലിൻ്റെ കഴിച്ചിട്ടുള്ള കുറേ കാലായി. ഓ നാട്ടിൽ സാമ്പാറിന് കേട്ടോ. ആക്കളാന്ന് ഓടി തരിപ്പി പോയി ആക്കളാന്ന് ഓടിയപ്പോൾ. ഓ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ശരി കേട്ടോ, ഞാൻ കഴിക്കട്ടെ, പിന്നെ കാണാം. എന്തായി ചിക്കൻ കറി? നാട്ടിലത്തെ സ്പെഷ്യലാ? ഇതെന്ത് മുട്ട പുഴുങ്ങിയ എത്ര കഴിയോ? കുറെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം. ഫുഡ് ഉണ്ടാക്കല ഫുഡ് അങ്ങനെ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരായിട്ട് വരും. ഇവരുടെ റൂമിലൊന്ന് തുറക്കാം. അങ്ങനെ ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയൊന്നും വീഡിയോ ഡിലിറ്റായി പോയി. എന്താ ചെയ്യാറ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒന്നും പറയണ്ട. അപ്പോൾ ഇന്നത്തെ ഉറക്കം അവിടെ നാളെ കാലത്തേക്ക് ഞാൻ പോകും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.